നീ ഇതെന്താ ചെയ്യുന്നേ? അയ്യോ, അവർക്ക് അറിയില്ലല്ലോ നിങ്ങളുടെ കെട്ടഴിച്ച കാര്യം. സോറി സോറി സോറി. വേദനിപ്പിക്കുന്നു എന്നെ. റിയൽ ആണെന്ന് തോന്നുന്നുണ്ടേ. ഇനിയിപ്പോ ഇത്രയും മതി. ഇത് കിടക്കട്ടെ. ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാ. ശരി, ഇനി ഇനി നിലവിളിക്കേ. പാട്ട് പാടാനല്ല, രക്ഷിക്കണേന്ന് വിളിക്കേ. കുറച്ചുകൂടി ഒച്ചത്തി വിളിക്കേ. അങ്ങനെ. ഇനി രക്ഷിക്കണേന്ന് വേണ്ട, പാമ്പ് പാമ്പെന്ന് വിളിക്കേ. ഇതിനാണ് പറയുന്നത് ചീട്ട്. എന്തിനാ അവൻ നിലവിളിക്കുന്നത്? അവനെന്താ പറ്റിയേ? അണ്ണാ, അവരുടെ റൂമിൽ പാമ്പ് വന്നെന്നാ തോന്നുന്നത്. അണ്ണാ, ഞാൻ നോക്കാം. പാമ്പുണ്ടെങ്കിൽ അടിച്ചുല്ല. മിണ്ടായിടാ, ഞാൻ സാറിനോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല. നീ ചെല്ല്, എന്നിട്ട് സാറിനോട് ചോദിക്കുക ആ മുറിയിൽ പാമ്പ് കയറി എന്ത് ചെയ്യണമെന്ന്. ഓക്കെ അണ്ണാ, പോയിട്ട് വരാം. എടാ, ചോദിച്ചിട്ട് വരണം. ഓക്കെ. പാമ്പന്റെ പുറത്ത് കയറി. എനിക്ക് പേടിയാവുന്നു. ഭയങ്കരമായിട്ട് പേടിയാവുന്നേ. അണ്ണാ, നമുക്ക് അവനെ രക്ഷിക്കണം. കാരണം എന്തെന്നാൽ ആ സാറ് വരുന്നതിന് മുമ്പ് ഈ റോക്ക് സ്റ്റാർ ഈ ലോകത്തോട് വിട പറയും. കഷ്ടകാലത്തിന് ആ പാമ്പങ്ങാൻ ഈ റോക്ക് സ്റ്റാറിനെ കടിച്ചാൽ അയാളുടെ അടുത്ത് പോരുന്നെന്ന് സാറ് വിലക്കിയിരിക്കും. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അടുത്ത് പോകാലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അണ്ണാ, വാ, നമുക്ക് പോയി നോക്കാം. നീ പറഞ്ഞത് ശരിയാ, പോയി നോക്കാം. വാ, നമുക്ക് പോയി നോക്കാം. നിങ്ങൾ എവിടെ ഇരുന്നോ? അയ്യോ, പാമ്പേ! അവര് വരുന്നുണ്ടേ. പാമ്പ് പാമ്പേ! അയ്യോ, പാമ്പേ! നീ ഇതോടെ പോവാ, അവരിങ്ങെത്തി. രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്താ പറ്റിയത്? അണ്ണാ, ഈ പാമ്പ് കടിച്ച പൊക്കളും ചുറ്റും 14 ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വരും. എടാ, ബുദ്ധിയില്ലാത്തവനെ അത് പട്ടി കടിച്ചാലാണ്. അതെനിക്ക് അടി കിട്ടിയതിന് ശേഷമാണ് മനസ്സിലായത്. ഇത് തന്നെ അവന്റെ ദേഹത്തിൽ നിന്ന് എഴഞ്ഞങ്ങ് പോവണ. ഇതെങ്ങനെ ഇറങ്ങി വന്ന് നമ്മളെ കടിച്ചാലോ? വീണ്ടും ഞാൻ മറന്നുപോയി. പ്ലീസ് ഹെൽപ്പ്, എന്നൊന്ന് രക്ഷിക്ക്. അടിക്ക്. അണ്ണാ, 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 എന്തെങ്കിലും ചെയ്യണ. എനിക്ക് പിള്ളേരും കൊല്ലണ. അണ്ണാ, ഞാൻ ഒന്നും സംഭവിക്കില്ല. ഒന്ന് പറഞ്ഞ കേളണ. അണ്ണ, ഒന്ന് പോയി അടിച്ച് കൊല്ലണ. ഒന്നും സംഭവിക്കില്ല. നിക്ക്. നോക്ക്, സാർ എന്നോട് പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നു എന്നേ ഉള്ളൂ. നിന്റെ ബോസ് ഞാനാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അത് നീ അനുസരിക്കേണ്ടി വരും. ഇന്ന് ചാൻസ് കിട്ടിയിരിക്കുകയാണ്, നീ ധീരനാണെന്ന് തെളിയിക്കാൻ. മനസ്സിലായ? ഇങ്ങനെയുള്ള ചാൻസ് വല്ലപ്പോഴേ കിട്ടുള്ളൂ നിനക്ക്. ചെല്ല് ചെല്ല്, ചെല്ലടാ അങ്ങോട്ട്. അപ്പൊ നിനക്ക് എന്താ പറ്റിയത്? പാമ്പ് കടിച്ചു കാണും. പപ്പ, നീ ഓക്കെ അല്ലേ? അത് പിന്നെ പാമ്പ് കടിച്ചതാ. പാമ്പ് കടിച്ചാലേ വിഷം വലിച്ചെടുക്കണം. മിണ്ടായിരിക്കടാ. അടുത്ത ആള് വരുന്നുണ്ട്. എന്തുപറ്റി നിനക്ക്? പാമ്പ് നിന്നെ കടിച്ചോടാ? കടിച്ചോന്ന്?
നിന്നെ ഞാൻ എന്താ ഏ നീ ഇവിടെ നിൽക്കുന്നു, പിന്നെ സൗണ്ട് എവിടെ നിന്നാ വരുന്നത്? ഇവിടെ എന്തെങ്കിലും കാണും, അത് തന്നെ. ആരോ ഉണ്ട് ഇവിടെ. അടിക്കാൻ പുറകിലോട്ട് വന്ന് നോക്ക്, കുറച്ചുകൂടെ പുറകിലോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ആ കുറച്ചുകൂടെ മുകളില് മുകളില് മുകളില്. ആ നിങ്ങൾ എന്താ കാണിച്ച? ശരിക്കും സൂപ്പറായിട്ടുണ്ട് ശരിക്കും. ആദ്യം എനിക്ക് കാല് തിന്നില്ലായിരുന്നു, പിന്നെ ബാക്കിലോട്ട് വിളിച്ചു വരുത്തിയാ അവനോട്ട് കൊടുത്തത്. ഒരിക്കൽ കൂടെ അവനോട്ട് ഒരെണ്ണം കൊടുത്താലോ? ദേവനെ എഴുന്നേക്ക. എനിക്കുന്നോ? എങ്കിൽ നീ പോയി അവന്റെ വീതം കൊടുത്തിട്ട് വാ. പോ. വേഗമാ, നമുക്ക് രക്ഷപ്പെടാം. അല്ല, നീ ഇതോടെ പോവാ. ആദ്യം എന്റെ കയ്യിലെ കെട്ടിരിക്കേ. ചെയ്യണേ, വേഗം വാ, വേഗം. സാറേ സാറേ, പാമ്പ്, അബിയുടെ മുറിയിൽ പാമ്പ്. എന്ത് പാമ്പ് എങ്ങനെ വന്നോടെ? എങ്ങനെ വന്നാൽ എന്താ, അതാണോ വലിയ കാര്യം? നീ വേഗം പോ. അത് ഏട്ടനെ എങ്ങാനും കടിച്ചാലോ? പ്ലീസ് ഒന്ന് രക്ഷിക്കേ. പോവാം പോവാം. ഗോ ഫാസ്റ്റ്. ചേട്ടനെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് എന്റെ പുറകെ വരരുത്. അബി കാണുകയാണെങ്കിൽ പ്രശ്നം വഷളാകും. അയ്യോ, ഞാൻ അങ്ങോട്ട് വരില്ല. പ്ലീസ് ഒന്ന് വേഗം പോ. പ്ലീസ് പ്ലീസ് പ്ലീസ്, സമയം കളയാതെ വേഗം പോ. ഓ മൈ ഗോഡ്, ഏട്ടന്റെ മുറിയിൽ എങ്ങനെയാണാവോ പാമ്പ് വന്നേ? ഇനി ഏട്ടനെ കടിക്കാവോ? ഇവരൊന്നും ചെയ്തില്ലെങ്കിലോ? ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഇതുവഴി. വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കാനല്ല പറഞ്ഞ. ആരെങ്കിലും ഉണ്ടോ അവിടെ? നടക്കാൻ പറ്റുന്നുണ്ടോ? ഇതാ വരുന്നു. പ്രണവ്, എനിക്ക് തോന്നുന്നത് പ്രിയ നമ്മളോട് ആ വഴി പറഞ്ഞിരുന്നില്ലേ ഇതാണ് സ്ഥലം എന്നാ? പക്ഷെ അവർ രണ്ടുപേരിൽ ആരെയും കാണുന്നില്ലല്ലോ. അമ്മേ, പ്രിയേച്ചി പറഞ്ഞ സ്ഥലം ഇവിടെ എവിടെ അടുത്താണ്. അമ്മ വിഷമിക്കണ്ട, നമുക്ക് അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. മോനെ പ്രണവ്, നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ പോലീസിന് ഫോൺ ചെയ്യൂ, എത്രയും പെട്ടെന്ന്. ശരി, ഞാൻ പോലീസിനെ വിളിക്കാം. പോലീസ് സെർച്ച് ചെയ്താൽ അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഈ ഐഡിയ നല്ലതാണ്. എന്തു പറ്റി മോനെ?
അച്ഛമ്മ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. നിങ്ങൾ നിങ്ങളുടെയൊക്കെ ഫോണിലൊന്ന് നോക്കി. നോക്കാം. ഇല്ല മോനെ, നെറ്റ്വർക്ക് കിട്ടുന്നില്ല. എന്റെ ഫോണിലും ഇല്ല. സിഗ്നൽ കിട്ടുന്നില്ല. എന്ത് ചെയ്യും? എവിടെ പോയി നോക്കും? വരൂ, അവിടെ നോക്കാം. ശരി, പോകാം. നിങ്ങൾ ആവശ്യം നോക്ക്, ഞാൻ ഇവിടെ നോക്കാം. എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. നിങ്ങൾ അങ്ങോട്ട് നോക്ക്, ഞങ്ങൾ ഇങ്ങോട്ട് നോക്കാം. എടാ, ഇവിടെ തന്നെ നോക്ക്. ഇങ്ങ് വാ. നീയല്ലേ പറഞ്ഞത് 4-5 ഗുണ്ടകളെ ഉള്ളൂന്ന്? ഇതിപ്പോ കുറെ പേരുണ്ടല്ലോ. എനിക്ക് എങ്ങനെ അറിയാം? പുതിയ ഗുണ്ടകൾ വന്നതായിരിക്കും. ഇങ്ങനെയുള്ള പ്ലാനുകൾ ഉണ്ടാക്കുമ്പോഴേ നീ കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിക്കേണ്ടതല്ലേ? എന്റെ പ്ലാൻ ഇതുവരെ സക്സസ് ആയില്ലേ? അയ്യോ, അങ്ങനെയല്ല. നിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു 1.5 പ്ലാൻ തന്നെയാ. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ എത്തിയത്. നമുക്ക് നിന്റെ പ്ലാനിന് ഒരു പേര് കൊടുത്താലോ? ഒരു പാമ്പിന്റെ പ്ലാൻ. നിങ്ങൾ എന്നെ പാമ്പെന്ന് വിളിച്ചോ? അയ്യോ, ഞാൻ നിന്നെ അല്ല പറഞ്ഞത്. നീ ആ തുണി കൊണ്ടുണ്ടാക്കിയ പാമ്പില്ലേ, ആ പാമ്പിന്റെ കാര്യം. അത് ശരിക്കും പാമ്പിന്റെ പ്ലാൻ ആണല്ലോ. എന്റെ പ്ലാൻ ശരിയാണെങ്കിൽ പറ, നമുക്ക് ഓടി രക്ഷപ്പെടാം. ആഹാ, എന്നാ പിന്നെ നീ മുന്നോട്ട് പൊയ്ക്കോ, ഞാൻ പുറകെ ശരി, വാ. രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടെന്ന്? നിന്നെ ഞാൻ ഇത്തിരി പുകഴ്ത്തിയപ്പോ നീ അങ്ങ് ആകാശത്തേക്ക് പോയല്ലേ. ഇത്രയും ഓവർ കോൺഫിഡൻസ് പാടില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചേണ്ട കാര്യങ്ങളാ. തക്ക സമയത്ത് ഞാൻ നിന്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിലേ നമ്മളെ രണ്ടുപേരും അങ്ങ് ഒയിലോട്ട് പോയേനെ. അത് പിന്നെ ഞാൻ അവരെ കണ്ടില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഓവർ കോൺഫിഡൻസ് പാടില്ലാന്ന്. അല്ലെങ്കിൽ പഴയ സ്ഥലത്ത് പോയി നിൽക്കേണ്ടി വരും. ഞാൻ നിങ്ങൾ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് പോയതല്ലേ. നിങ്ങൾക്ക് കൂടെ കുറച്ച് ആലോചിച്ചൂടെ പ്ലാനിന്റെ കാര്യം? ഇതിപ്പോ ഞാൻ മാത്രമല്ലേ ചിന്തിക്കുന്നത്. ശരി, ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാൻ ഞാൻ തന്നെ കണ്ടുപിടിക്കാം. വേഗം വേണം, ഇല്ലെങ്കിൽ അവന്മാരെത്തും. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോന്ന്? ആരെങ്കിലും ഒന്ന് വാതിൽ തുറന്നു തരൂ. അത് തുറക്കാൻ നിങ്ങൾ രണ്ടുപേരും മുറിക്കകത്തങ്ങനെ വന്നു. അബി എവിടെ? സാറേ, അവര് ഞങ്ങളെ അകത്ത് പൂട്ടിയിട്ടിട്ട് രക്ഷപ്പെട്ടു. അതെങ്ങനെ ഓടിപ്പോയി? ഞാൻ ചോദിച്ച കേട്ടില്ലേ എങ്ങനെയാ പോയെന്ന്? നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നിട്ടും അയാൾ കടന്നു വന്നില്ലേ? നിങ്ങളുടെ മുന്നിൽ നിന്നല്ലേ ഓടിപ്പോയത്? എന്തുകൊണ്ട് പിടിച്ചില്ല? നിന്നെയൊക്കെ പൂട്ടിയിട്ടിട്ടല്ലേ പോയത്? ആ പാമ്പ് അവിടെ? സാറേ, പാമ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോ അത് പാമ്പല്ല, സത്യമായിട്ട് പാമ്പല്ല. തുണിയിലെ പാമ്പിനെ കണ്ട് പേടിച്ചല്ലേ? ആ പാമ്പ് നിന്നെയൊക്കെ കടിച്ചോ? ഇതിനാണ് പറയുന്നത് സ്കൂളിൽ പോണോന്ന്. സാർ, ഞാൻ ഇന്ന് വരെ സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ല. നീയൊക്കെ പോയിട്ടൊരു കാര്യമില്ലടാ. ഈ തുണിയിലെ പാമ്പ് എങ്ങനെ എവിടെയാ? സാറേ, ആ തുണിയിലുള്ള പാമ്പിനെ കണ്ടാൽ യഥാർത്ഥ പാമ്പിനെ പോലെ ഇരിക്കും. പോലെ ഇരുന്നല്ലേ? കടിച്ചില്ലല്ലോ നിന്നെ? എന്റെ സാറേ, ഞാൻ സാറിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും? സാറേ, കണ്ട, യഥാർത്ഥ പാമ്പ് പോലെ ഉണ്ടല്ലേ? കണ്ടോ, ഞങ്ങൾ ഇതുപോലെയാണ് പേടിച്ചു പോയത്.
അത് യഥാർത്ഥ പാമ്പല്ല, തുണിയിലെ പാമ്പാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ തുറന്നു വിട്ടത്? അങ്ങനെ തുറന്നെങ്കിൽ അയാളെ എന്തുകൊണ്ട് പിടിച്ചു കെട്ടിയില്ല? എടാ, അയാൾ ഓടിപ്പോയി. എങ്കിലും ഒരുത്തൻ വെളിയിലുണ്ടായിരുന്നല്ലോ, അവനെങ്കിലും പിടിക്കാമായിരുന്നില്ലേ അവനെ? അവൻ നിങ്ങളെ രണ്ടുപേരും എങ്ങനെയാ മണ്ടന്മാരാക്കിയത് പറഞ്ഞതാ? സാറേ, അയാൾ ഒറ്റയ്ക്കല്ല, ഇരട്ടകളായിരുന്നു. എന്താ പറഞ്ഞേ? ഇരട്ടകളെന്നോ? എനിക്ക് മനസ്സിലായില്ല. ഇല്ല സാർ, അവർ രണ്ടുപേരുണ്ടായിരുന്നു. അയാളുടെ കൂടെ അയാളുടെ ഭാര്യ പ്രിയയും ഉണ്ടായിരുന്നു. നമ്മളിവിടെ പിടിച്ചോണ്ട് വന്നിട്ട് ഓടിപ്പോയ ആ പെണ്ണ്, അവൾ എവിടെ നിന്ന് വന്നൊന്നും പോലും അറിയില്ല. അവൾ ഇതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ അബിയെ പിടിക്കാൻ ചെന്നപ്പോൾ അവൾ കമ്പി കൊണ്ട് ഞങ്ങളെ തലക്കടിച്ചു. അവള് ഞങ്ങളെ അടിച്ചിട്ടിട്ട് ഓടിക്കളഞ്ഞു. അത് മാത്രമല്ല, അവര് കഥക് പുറത്തുനിന്ന് പൂട്ടിയതുകൊണ്ട് നമുക്ക് അവരുടെ പുറകെ ഓടാനും പറ്റിയില്ല. സത്യം. സത്യം പറഞ്ഞ ഇതെല്ലാം നിന്റെ കാൽക്കുലേഷന്റെ കുഴപ്പമാണ്. ഗുണ്ടകൾ 5-ൽ കൂടുതൽ, ഗാർഡാണെങ്കിൽ 1-ൽ കൂടുതൽ. ഇനി ബോസ് എത്ര പേരാണാവോ? 10-15 പേര് കാണും. അതിന് ഇവരുടെ ബോസ് ആരാ? അതെനിക്കറിയില്ല. പക്ഷെ അവൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, അവനിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അവനിങ്ങ് വരട്ടെ. അയാളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവനെ കണ്ടിട്ടുണ്ടോന്ന് വെച്ചാൽ മാസ്ക് വെച്ചിരിക്കുകയായിരുന്നു. മാസ്ക് വെച്ചപ്പോൾ ഇത്ര വൃത്തികെട്ട മുഖമാണെങ്കിലേ മാസ്ക് വെക്കാതെ വന്ന എങ്ങനെയായിരിക്കും? പക്ഷെ അവന് ഒരു തവണ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, നീ കോഴിയെ കൊല്ലുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ അവന്റെ കഴുത്തിലിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് നമ്മളിവിടെ എസ്കേപ്പ് ആവും. കത്തി കുത്തി ഇറക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുവോ? അതിന്റെ ഒരു ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നോ അത്രയും നല്ലത്. കൂടുതൽ ശബ്ദം ഉണ്ടാക്കല്ലേ. പിടിക്കപ്പെട്ടാൽ എന്ത് റിസ്ക് ആണോ? നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ കണ്ടുപിടിക്കാം. നേരെ നോക്ക്.